വിശ്വാസം ആത്മാവിനെ ചികിത്സ. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ. ധ്യാനത്തിനായിട്ട് 5-ാം വാക്യം. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട്, മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എത്ര ചികിത്സിച്ചാലും ഭേദമാകാത്ത ചില രോഗങ്ങളുണ്ട്. ശാരീരികമായ ഇത്തരം രോഗങ്ങളുടെ ചികിത്സയിൽ വൈദ്യശാസ്ത്രജ്ഞന്മാർ വഴിമുട്ടി നിൽക്കുമ്പോൾ, മനഃശാസ്ത്രപരവും ആത്മീകവുമായ ചില ചികിത്സാ പദ്ധതികൾക്ക് രോഗി വിധേയമാകുന്നതിനാൽ ചില രോഗങ്ങൾ അത്ഭുതകരമായി ഭേദമാകുന്നത് കണ്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു ശാശ്വത യാഥാർത്ഥ്യം ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കി. അത് മറ്റൊന്നുമല്ല, ശരീരത്തെ എന്നവണ്ണം മനസ്സിനെയും ആത്മാവിനെയും രോഗങ്ങൾ ബാധിക്കും. അന്തരംഗത്തിൽ വേരൂന്നുന്ന അത്തരം രോഗങ്ങളുടെ ബാഹ്യ ലക്ഷണങ്ങൾ മാത്രമാണ് പല ശാരീരിക രോഗങ്ങളും. ഇത്തരം രോഗങ്ങൾ ഔഷധങ്ങൾ കൊണ്ട് ഭേദമാകുകയില്ല. മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും രോഗം ഭേദമാകാതെ ശാരീരിക രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുകയില്ലെന്ന് ആധുനിക വിശുദ്ധന്മാർ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. C.G. യൂങ് ദൈവഭക്തനോ വൈദികനോ ആയിരുന്നില്ല. ലോകപ്രസിദ്ധനായ ഫ്രോയിഡ് എന്ന മനഃശാസ്ത്രജ്ഞൻ്റെ ശിഷ്യനായിരുന്നു യൂങ്. തൻ്റെ 30 വർഷത്തെ മനഃശാസ്ത്രപരമായ വൈദ്യ സേവനത്തിനിടയ്ക്ക് തന്നെ സമീപിച്ച ഒട്ടുമുക്കാൽ പങ്ക് രോഗികളുടെയും മനസ്സിൽ തകർച്ചയ്ക്കും കൊടിയ മനോവേദനയ്ക്കും മൂലകാരണം ദൈവവിശ്വാസം നഷ്ടപ്പെട്ടതാണെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അടിയുറച്ച ദൈവവിശ്വാസം ഉണ്ടായിരിക്കുക എന്നതാണ് മനസ്സിൻ്റെ കാര്യക്ഷമതയ്ക്കും ആരോഗ്യത്തിനും മറ്റേതൊരു ഘടകത്തെയേക്കാൾ ആവശ്യമെന്ന് യൂങ് പ്രസ്താവിച്ചു. ചെയ്യരുതാത്തത് ചെയ്തുപോയി എന്ന അപരാധ ചിന്തയാണ് ആത്മാവിനെയും മനസ്സിനെയും മുറിപ്പെടുത്തുന്നത്. ഇത്തരം മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് ദൈവത്തിന് മാത്രമേ കഴിയൂ. ദാവീദ് രാജാവ് ഒരു ഉടയ ബാലനായിരുന്നു. ദൈവമായിരുന്നു ആ ബാലൻ്റെ വഴികാട്ടി. ദൈവത്തിൻ്റെ സന്തത സാമീപ്യത്തെക്കുറിച്ചും സംരക്ഷണത്തെക്കുറിച്ചും ഉത്തമ ബോധ്യമുള്ള ആ ഇടയ ബാലൻ മഹാമല്ലനായ ഗോലിയാത്തിനെ ഒറ്റയ്ക്ക് നേരിട്ടു ജയിച്ചു. പിന്നീട് ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. സ്വകൃത്യ നിർവഹണത്തിൻ്റെ തിരക്കിനിടയിൽ അദ്ദേഹം ദൈവത്തെ മറന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല പാളിച്ചകളും ഉണ്ടായി. സ്വന്തം ശക്തിയും പ്രതാപവും കൊണ്ട് രാജ്യം ഭരിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ദൈവത്തെ വലിയ ആവശ്യം ഇല്ലെന്നായി. ഐശ്വര്യവും പണവും ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോൾ പലരും ദാവീദിനെ പോലെ ദൈവത്തെ മറക്കും. ഇങ്ങനെയുള്ളവർ പാപത്തിൻ്റെ അഗാധ ഗർത്തത്തിൽ നിപതിക്കുകയും ചെയ്യും. എന്നാൽ ദാവീദ് തൻ്റെ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ തപ്ത ഹൃദയത്തെ തണുപ്പിക്കുകയും ചെയ്തു. ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ദൈവത്തിലേക്ക് തിരികുകയും ചെയ്യുന്നവർക്ക് അവിടുന്ന് നവജീവൻ നൽകുന്നു. എൻ്റെ ആത്മാവിനെ അവിടുന്ന് വീണ്ടെടുക്കുന്നു, റീസ്റ്റോഴ്സ്. നവജീവൻ നൽകുന്നു, റിവൈവ്സ് എന്നും ഭക്തകവിയായ ദാവീദ് പിൽക്കാലത്ത് പാടുന്നതായി നാം കാണുന്നു. ചെയ്യരുതാത്തത് പലതും ചെയ്യുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്തതിൻ്റെ ഫലമായി ആത്മാവിന് ക്ഷതമേറ്റ് സ്വസ്ഥത ഇല്ലാതെ വിഷമിക്കുന്നവരുടെ ആത്മാവും മനസ്സും പൂർവ്വസ്ഥിതിയിലാകുന്നതിനെ തങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലുകയല്ലാതെ മറ്റൊന്നും കരണീയമായിട്ടില്ല. ഓർക്കണമേ, ലോകത്തിൽ നിന്നുള്ള മോചനം പാപത്തിൽ നിന്നുള്ള മുക്തിയാണ്. 51-ാം സങ്കീർത്തനം 2-ാം വാക്യം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ, എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.